നവരാത്രി അക്ഷരോത്സവത്തിന് തുടക്കമിട്ട് തൃശൂർ മഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാർ സ്കൂൾ ആദ്യ ദിവസം നടന്ന വിദ്യാഭ്യാസ സമ്മേളനവും കലാസംഗമവും സ്വാമി സദ്ഭവാനന്ദ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ എസ് രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ വികസന സമിതിയും മാതൃസമിതിയും ഗ്രാമസമിതികളും ജനം ടിവിയും സംയുക്തമായിട്ടാണ് അക്ഷരോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആധ്യാത്മിക പ്രഭാഷകനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ ആരംഭിച്ച മഴുവഞ്ചേരിയിലെ ഭാരതീയ ശാസ്ത്ര പൈതൃക പഠന കേന്ദ്രത്തിലുള്ള ഭാരതീയ വിദ്യാവിഹാർ സ്കൂളിൽ ഇന്ന് നവരാത്രി അക്ഷരോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. ആദ്യ ദിനം നടന്ന വിദ്യാഭ്യാസ സമ്മേളനവും കലാസംഗമവും പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ ഉദ്ഘാടനം ചെയ്തു. നവരാത്രി കന്നിമാസത്തിലെ അമാവാസി തൊട്ട് 9 നാൾ ഈ നവരാത്രി ആഘോഷിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വിവിധ തരത്തിൽ ഇത് ആഘോഷിക്കുന്നു. കൽക്കട്ടയിലെ ദുർഗാപൂജയായിട്ടും അതുപോലെ കർണാടകത്തിലെ ദസറയായിട്ടും എല്ലാ സ്ഥലങ്ങളിലും ദേവിയെ ആരാധിക്കുന്നുണ്ട്. മാതൃപൂജ പുരാതന കാലം മുതലേ മാതൃപൂജയുടെ പ്രാധാന്യം നമുക്കറിയാം. കാരണം നമ്മൾ അമ്മയോടാണ് കൂടുതൽ സ്വാതന്ത്ര്യം നമുക്കെല്ലാം പറയാനും. അതുപോലെ മാതൃപൂജയിലൂടെ ദേവിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് വേണ്ടതെല്ലാം കിട്ടും. ഭൗതികമായ ഐശ്വര്യവും അതുപോലെ ജ്ഞാനമായാലും എല്ലാം തന്നെ ദേവിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ആ മാതൃദേവിയെ ആരാധിക്കാനുള്ള ഒരു പ്രധാന ദിവസങ്ങളാണ് ഈ നവരാത്രി. തുടർന്ന് ശ്രേഷ്ഠ ഭാരതം കലണ്ടർ പ്രകാശനവും ആദരിക്കലും നടന്നു. പ്രമുഖ അധ്യാപകനും ഗ്രന്ഥകാരനുമായ പ്രൊഫസർ എസ് രാധാകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങൾക്കറിയാമല്ലോ, ഭാരതമെന്ന് പറഞ്ഞാൽ അത് പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളിൽ വിസ്ഡം ഫസ്റ്റ് കെയിം ഹിയർ, ഈ രാജ്യത്താണ് വിസ്ഡം, ജ്ഞാനം ആദ്യമായിട്ട് എത്തിയത്. ഇവിടെയാണ് മനുഷ്യനെ പറ്റിയും മനുഷ്യൻ എന്താണെന്നും മനുഷ്യനും പ്രപഞ്ചവും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ആഴത്തിൽ ചിന്തിക്കുക മാത്രമല്ല അതിൻ്റെ സൊല്യൂഷൻസ്, അതിൻ്റെ അങ്ങേയറ്റം വരെ പരിണാമത്തിൽ എത്തിയ രാജ്യമാണ് ഭാരതം. ചടങ്ങിൽ പ്രോഗ്രാം ചെയർമാൻ അഡ്വക്കേറ്റ് കെ നായർ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ ധനേഷ് ചുള്ളിക്കാട്ടിൽ, അജിത ഉമേഷ്, മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ CG നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ തയ്യാറാക്കുന്ന പ്രത്യേക മണ്ഡപത്തിൽ സരസ്വതി ഉപാസനയ്ക്കായി താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. കുരുന്നുകൾക്ക് ഹരിശ്രീ കുറിക്കുന്നതിനായി പ്രത്യേക എഴുത്തുമണ്ഡപങ്ങളും ഒരുക്കും. കുമാരി പൂജയും മാതൃപൂജയും വിവിധ ദിനങ്ങളിലായി നടക്കും. 13-ാം തീയതി 100 കണക്കിന് കുരുന്നുകൾക്ക് ഹരിശ്രീ കുറിച്ചുകൊണ്ട് വിജയദശമി ആഘോഷത്തോടെയാണ് അക്ഷരോത്സവം സമാപിക്കുക. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിവിധ ആചാര്യന്മാരും ചടങ്ങിൽ പങ്കെടുക്കും. ജനം, തൃശൂർ.